രാജു രാജു ഗുഡ് മോർണിംഗ്. നീ എന്താ ഇവിടെ? ഞാൻ രാജുവിന് ചായ കൊണ്ടുവന്നതാ. ചായ? ആ അതെ, ഇതേ ഞാൻ സ്പെഷ്യലായി രാജുവിനിട്ട ചായ. ഒന്ന് കുടിച്ചു നോക്കിയിട്ടേ എങ്ങനെയുണ്ടെന്ന് പറ. എനിക്ക് ചായ ഒന്നും വേണ്ട. നീ ഒന്ന് ഇറങ്ങിപ്പോയ രമേ. രാവിലെ തന്നെ മനുഷ്യന്റെ മൂടുകൾ എന്നിട്ട് കയറി വന്നോളും. അതെന്താ രാജു അങ്ങനെ പറഞ്ഞേ? ഓ, രാജുവിന് ഞാൻ തരുന്ന ചായ ഒന്നും ഇഷ്ടമല്ലായിരിക്കും. ഋതിക തരണമായിരിക്കും അല്ലേ? രമേ, നീ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. പിന്നെന്താ, ഞാൻ തരുന്ന ചായ രാജുവിന് കുടിച്ചാ? മുൻപൊക്കെ ഞാൻ തരുന്ന ആഹാരങ്ങളും ഞാൻ തരുന്ന ചായയൊക്കെ അല്ലേ രാജു കുടിച്ചോണ്ടിരുന്നേ? ഋതിക വന്നതിന് ശേഷമല്ലേ എന്നെ വേണ്ടാതായത്. ഇപ്പൊ ഋതിക ഇല്ലല്ലോ, പിന്നെ ഈ ചായ കുടിക്കാലോ. രമേ, വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഒന്നാമത് എനിക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ നീയും കൂടെ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ? രാജു, എന്റെ അമ്മ വർമ്മ സാറിനോട് സംസാരിച്ച് രാജുവായിട്ടുള്ള എന്റെ വിവാഹം നടത്തി തരാന്ന് സമ്മതം മേടിച്ചതാണ്. രാജു ഇനി ലോകത്തെ ഏറ്റവും സ്നേഹവും വിശ്വാസവും ഉള്ളത് വർമ്മ സാറിനോടല്ലേ? അപ്പൊ പിന്നെ വർമ്മ സാറ് പറഞ്ഞ വാക്ക് രാജു ഒരിക്കലും നിരസിക്കാൻ പോകുന്നില്ലല്ലോ. എന്തായാലും നമ്മുടെ വിവാഹം നടക്കും. പിന്നെ ഞാൻ കൊണ്ടുവന്ന ഈ ചായ രാജുവിന് കുടിച്ചാലെന്താ? രമ്യ എന്താ ഇവിടെ? ഇങ്ങോട്ട് രാജു, ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞേ വീണ്ടും വർമ്മ സാറിനോട് സംസാരിക്കാൻ പോവാ. ഇതിന്റെ അർത്ഥം രാജുവിന് വിവാഹത്തിന് താല്പര്യമില്ലെന്നല്ലേ? രമ്യ, നീ ഒന്ന് അടങ്ങ്. ഇവനെ ഈ ചായ കുടിച്ചോളൂ. നീ ഇപ്പൊ അങ്ങ് പൊയ്ക്കോ. വർമ്മസാറിനോട് പോയി സംസാരിക്കൊന്നും വേണ്ട. നീ ഒന്ന് ചെല്ല രമ്യേ. രാധമ്മേ, ഉറപ്പാണല്ലോ ഈ ചായ രാജു കുടിച്ചിരിക്കണം? ആ, ഇത് ഇവൻ കുടിച്ചോളും. നീ ഒന്ന് പോ. എന്തിനാ മോനെ വെറുതെ? ഇനിയിപ്പോ ഈ പെണ്ണ് പോയി രുക്മിണിയെ എരികേറ്റി വർമ്മ സാറിന്റെ വീട്ടിലേക്ക് പോകും. ആ, ഞാൻ ഈ ചായ കളഞ്ഞിട്ടേ അവൾക്ക് ഈ കപ്പ് കൊണ്ട് കൊടുത്തേക്കാം. നീ കുളിച്ച് വർമ്മ സാറിന്റെ വീട്ടിലേക്ക് പോവാൻ നോക്ക്. എന്താ ആന്റി എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്? നമുക്ക് അടുപ്പമുള്ള ആളുകള് മാനസികമായി തളർന്നു എന്നറിയുമ്പോ അവർക്ക് മനസ്സിന് ആശ്വാസം നൽകാൻ കുറച്ച് നല്ല വാക്കുകളെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ? എന്തിനാ ആന്റി ഫോർമാലിറ്റീസ് ഒക്കെ? പിന്നെ എനിക്ക് സംഭവിച്ചത്, ഋതികയുടെ ജീവിതത്തിൽ എന്നും ആഗ്രഹങ്ങൾക്ക് വിപരീതമായ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചെറുപ്പം മുതൽ വളർന്ന സാഹചര്യങ്ങളിലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ അച്ഛൻ്റെ കാര്യത്തിലും രാജുവിൻ്റെ കാര്യത്തിലും എന്നും എല്ലാം എനിക്ക് കയ്പുള്ള അനുഭവങ്ങൾ തന്നെയാ. ചിലപ്പോ ഞാൻ ജനിച്ച സമയത്തിന്റെ കുഴപ്പമായിരിക്കും അല്ലേ? ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും ഋതിക ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കണ്ടെന്ന്.
അതായിരിക്കും ഇങ്ങനെയൊക്കെ. മോളെ, നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അമ്മയ്ക്ക്, അല്ല സോറി, ആന്റിക്ക് അറിയില്ല. മോളെ, നിന്നെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന്. പക്ഷെ മോളുടെ എല്ലാ പ്രശ്നങ്ങളും തീരണമെന്ന് ആന്റി ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ മോൾക്ക് സഹായത്തിന് ആരും ഇല്ലല്ലോ എന്നുള്ള വിഷമം വേണ്ട. രാജുവിന് ഞാനാ വിളിച്ചത്. മാഡം, മാഡം എന്തിനാ എന്നോട് വരാൻ പറഞ്ഞ? എനിക്ക് രാജുവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ രാജുവിനോട് വരാൻ പറഞ്ഞ കാര്യം എന്തായിരിക്കും രാജുവിന് അറിയാലോ. മനസ്സിലായി മാഡം. പക്ഷെ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് മാഡത്തിനെ കൊണ്ട് എന്നെ ഇവിടെ എത്തിച്ചതേ ഈ ഋതിക മാഡത്തിന് നന്നായിട്ടറിയാം. രാജു, നടന്നതൊക്കെ മറക്കാൻ ഋതികയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. വിവാഹം കഴിഞ്ഞുവെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തില് ഋതിക നുണ പറഞ്ഞതാണെങ്കിലും പിന്നീട് ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചതെങ്കിലും ഋതികയുടെ വീട്ടിൽ വെച്ച് അബദ്ധത്തില് രാജുവിന്റെ കയ്യിൽ നിന്നും താലിമാല ഋതികയുടെ കഴുത്തില് വീണു. രാജുവിനെ ഋതിക ഒരുപാട് പ്രണയിച്ചിരുന്നു. ഇപ്പോഴും രാജു ഒന്ന് ഋതികയുടെ അച്ഛനോട് സംസാരിച്ചാൽ, ഋതികയെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യപ്പെട്ടാൽ അദ്ദേഹം അത് നടത്തിത്തരും. അത് രാജുവിനെ അറിയാം. വർമ്മ സാർ എന്റെ ആരാണെന്ന് ചോദിച്ചാ എനിക്കതിനൊരു ഉത്തരവില്ല. മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ദൈവത്തിനും മുകളില എനിക്ക് വർമ്മ സാറ്. അങ്ങനെയുള്ള വർമ്മ സാറിന്റെ മകൾ ഋതിക മാഡത്തെ പ്രേമിക്കാനോ വിവാഹം കഴിക്കാനോ എനിക്ക് ഒരിക്കലും കഴിയില്ല. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ തന്നെ എനിക്കെന്റെ തല പെരുക്ക. ഋതിക മാഡം എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എനിക്കിപ്പോ ഉണ്ടായിരുന്ന ദിവസങ്ങള്, ആ ദിവസങ്ങളില് ഞാൻ അനുഭവിച്ച ടെൻഷൻ, അതൊന്നും പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. തീരുമാനങ്ങൾ എടുക്കാൻ പക്വതയില്ലാത്ത ഋതിക മാഡം പറയുന്ന കേട്ട് എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കാതെ ഋതിക മാഡത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. മാഡത്തിന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇനിയിപ്പോ തോന്നിയാലും സാരമില്ല. ഈ കാര്യം സംസാരിക്കാൻ ഇനിയും ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടാളും ബുദ്ധിമുട്ടരുത്. ഋതിക മാഡത്തിന് വീട്ടിലേക്ക് പോകാൻ ടാക്സി എന്തെല്ലാം അറേഞ്ച് ചെയ്യണം? വേണ്ട രാജു, ഞാൻ പൊയ്ക്കോളാം. ശരി. കണ്ടില്ലേ ആന്റി, ഇതാണ് രാജു. അവനിങ്ങനെയാ. എന്റെ കാര്യം മാത്രം ഈ ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേൾക്കാൻ പോകുന്നില്ല. അവന്റെ വർമ്മ സാറിന്റെ മകളെന്ന സ്ഥാനം മാത്രം അവന്റെ മനസ്സിൽ എന്നോടുള്ളത്. സോറി മോളെ, ഒന്ന് സംസാരിച്ച രാജുവിന്റെ മനസ്സ് മാറൂന്ന ഞാൻ കരുതിയത്. പക്ഷെ എനിക്ക് തെറ്റി. മോള് വിഷമിക്കണ്ട. ദീപക്കുമായുള്ള മോളുടെ വിവാഹം നടക്കാതിരിക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാ. അതിപ്പോ നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ,
നിയമപരമായിട്ടോ? അതെങ്ങനെ? മോള് മേജർ അല്ലേ? അപ്പൊ സ്വന്തം വിവാഹ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ മോൾക്ക് അവകാശമുണ്ട്. അയ്യോ, ഞാനങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞെന്നോ തീരുമാനം എടുത്തെന്നോ അച്ഛനറിഞ്ഞ? അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. ആന്റിക്കും ദീപകിന് തീരെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അവൻ ആർക്കാ ഇഷ്ടമാവാ? വഷളൻ. ഇവരെ ഞാൻ എന്ത് ചെയ്തിട്ട് ഇവർക്ക് എന്നോട് ഇത്ര ചൊറിച്ചില്ല? ഗാലറി മുഴുവൻ നിനക്ക് എതിരാണല്ലോടാ ദീപക്കെ. ആര് വന്നാലും പൊരുതി നിൽക്കുക തന്നെ. എങ്കിൽ ഞാൻ പോട്ടെ ആന്റി. മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ. മോളുടെ ഒപ്പം ആന്റി ഉണ്ടാവും. താങ്ക് യു ആന്റി. ശ്ശേ, അമ്മയും മോളും ഒരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ എടുക്കേണ്ടതായിരുന്നു. ഈ പെണ്ണുപിള്ളെ നൈസായിട്ട് അങ്ങ് കാറടിച്ച് തെറിപ്പിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. ഈ ഏരിയയിൽ CCTV ഉണ്ടെങ്കിൽ പണിയാവും. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി നടന്നതൊക്കെ അമ്മയെ അറിയിക്കണം. വോട്ടേഴ്സ് ലിസ്റ്റ് എല്ലാം എടുത്തു കേട്ടാ. ഈ വർഷം എങ്ങനെ നോക്കിയാലും 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷങ്ങളും ഉണ്ടാവും. ആ നമസ്കാരം വർമ്മ സാറേ. നമസ്കാരം, ഇരിക്കൂ. എന്താ ജോത്സ്യർ ഈ വഴിക്ക്? അല്ല, ഞാൻ അംബിക മാഡം. പ്രതാപ, അതെ, ഞാൻ വിളിച്ചതാ ജോത്സ്യരെ. പ്രതാപ, നമുക്ക് ദീപകിന്റെയും ഋതികയുടെയും വിവാഹത്തിന് നാളെ കുറിക്കണ്ടേ? യാമിനി, നീ ഒന്ന് പോയേ ഋതുമോളെ വിളിച്ചോണ്ട് വാ. അവളുടെ വിവാഹത്തിന് നാളെ കുറിക്കാനാ ജോത്സ്യര് വന്നിരിക്കുന്നെ. പ്രതാപേട്ടാ, നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഇനി ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഋതുമോളെ വിളിച്ചോണ്ട് വാ. എവിടെ അംബിക മാഡം? വരനെവിടെ? അയ്യോ, അവൻ എന്തോ കാര്യത്തിന് പുറത്തോട്ട് പോയിരിക്കുവാ. അവനെ നോക്കണ്ട. ജോത്സ്യരെന്തായാലും ഞാൻ പറഞ്ഞതനുസരിച്ച് നാളെ കുറിച്ചിട്ടല്ലേ വന്നത്. ആ, അതെ അംബിക മാഡം. ഇനി അതൊന്ന് വർമ്മ സാറിന്റെ മുന്നിൽ വായിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എങ്കിൽ വായിച്ചോളൂ. വർമ്മ സാറേ, അംബിക മാഡം എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഏറ്റവും അടുത്തുള്ള ശുഭമുഹൂർത്തമാണ് ഞാൻ കുറിച്ചിരിക്കുന്നത്. മറ്റന്നാൾ തന്നെ വിവാഹം നടത്താം. അല്ല, നീ എന്തിനാ അവനെ നോക്കുന്നേ? ഞാൻ നിന്നോടല്ലേ ചോദിച്ചേ? എങ്കിൽ നമുക്ക് നടത്തിയേക്കാം ചേച്ചി. പ്രതാപ,
ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. ജോത്സരെ, ഇതിരിക്കട്ടെ. ആ, വളരെ നന്ദിയുണ്ട് അംബിക മേഡം. വർമ്മ സാറേ, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ശരി. ആ ജോത്സരെ, ആ, വിവാഹത്തിന്റെ കാർമ്മികത്വം ജോത്സര് തന്നെ വഹിക്കണം. അതിനെന്താ, അംബിക മേഡം പറഞ്ഞാ പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അങ്ങനെ തന്നെ ചെയ്യാം. എങ്കിൽ ശരി. ആ, ഓ. ഋതികെ, മനസ്സിലായല്ലോ. ഇനി പഴയതുപോലെ കത്തെഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകാനോ പുതിയ നാടകങ്ങൾ കളിക്കാനോ ഒന്നും നീ ആലോചിക്കുക പോലും വേണ്ട. മനസ്സിലായല്ലോ? മോളെ വാ. അമ്മേ, അമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ. വാ. എന്താടാ? അമ്മേ, ഋതിക എവിടെ അമ്മേ? അവളിവിടെ ഉണ്ട്. അവളിങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി? എന്താടാ? എന്റെ അമ്മേ, ഞാൻ പുറത്തു വെച്ച് ഋതികയും അവളുടെ അമ്മയും തമ്മിൽ സംസാരിക്കുന്നുണ്ടോ? ഋതികയും അവളുടെ അമ്മയോ? ആ, അതെങ്ങനെ? അല്ല, എന്നിട്ട് ഇത്ര പെട്ടെന്ന് അവളെങ്ങനെ ഇവിടെ എത്തി? വരുന്ന വഴിയില് എന്റെ കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി, അതാ ഞാൻ ലേറ്റ് ആയത്. എന്നിട്ട് അവരൊന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ വല്ലതും എടുത്തായിരുന്നോ? ഇല്ലമ്മേ, കിട്ടിയില്ല. പക്ഷെ പത്മാവതിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കേ. കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കിത് മനസ്സിലായില്ല. എടാ മോനെ, നീയൊന്ന് പോ, എന്നിട്ട് വേഗം പത്മാവതി എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കേ. അമ്മേ, അവരെവിടേക്കാണ് പോയതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എടാ, നീ എന്നെ കൊണ്ടൊന്നും പറയിക്കരുതേ. ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും. എടാ നീ പോ, എന്നിട്ട് അവൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ നീ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ശരി അമ്മേ. ചെല്ലേ. എന്നാലും എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? എന്തിനായിരിക്കും അവര് 3 പേരും ഒരുമിച്ച് കണ്ട് സംസാരിച്ചത്? ഋതികയോട് ഇപ്പൊ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാ ഞാനെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാവും. അവരുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കി അവരെ തടയണം. രാജു, ഋതികയുടെ വിവാഹ തീയതി നിശ്ചയിച്ചു. ചേച്ചി പറഞ്ഞ എന്തും ചെയ്യുന്ന ഒരു ജ്യോത്സ്യനുമായി വന്ന് ചേച്ചി മുന്നേ പറഞ്ഞ് അനുസരിപ്പിച്ച പോലെ ഒരു തീയതിയും പറഞ്ഞിട്ട് പോയി. പ്രതാപേട്ടനും അതിനെതിർത്ത് ഒരു അക്ഷരം മിണ്ടിയില്ല. എന്നാ യമുന മേഡം വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന മറ്റന്നാൾ. മറ്റന്നാളോ? അതെ. വിവാഹം നടത്താനുള്ള സമ്മതം അംബിക മേഡം വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ മേഡം? ഇനിയിപ്പോ നിന്ന നിമിഷത്തിൽ തന്നെ അംബിക മേഡം ഋതിക മേഡത്തിന്റെയും ദീപകിന്റെയും വിവാഹം നടത്തിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെന്താ രാജു നീ അങ്ങനെ പറഞ്ഞേ? നമ്മൾ ഋതുമോളുടെ ജീവിതം ചേച്ചിയുടെയും ദീപകിന്റെയും കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത്
കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ രാജു പറയുന്നത്? ഇതിനു മുമ്പ് ഇതേ വിവാഹം നിശ്ചയിച്ചപ്പോ ഞാനും ശേഖരേട്ടനും ഒന്നും വേണ്ടിയില്ല. കാരണം അന്ന് ഋതുമോളുടെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. അവളുടെ മനസ്സിൽ ഒരാളുണ്ട്. മനസ്സിലൊരാളെ പ്രണയിക്കുന്ന പെൺകുട്ടി മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതും അവള് നരകത്തിലേക്ക് എടുത്തു ചാടുന്നതും ഒരുപോലെയാ രാജു. രാജു, നീ ഋതുമോളുടെ പ്രണയം അംഗീകരിക്കണം, അവളെ സ്വീകരിക്കണം. ഇപ്പൊ ഈ നിമിഷം രാജു ഋതുമോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോണം. ആരും രാജുവിനെ തടയില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെ ബാക്കി ഞാൻ ഏറ്റെടുത്തോളാം.